വളരെ വിപുലമായും ആഘോഷകരമായും വിവിധ പരിപാടികളാണ് നടത്തപ്പെടുന്നത്. വേദി ഒന്നിൽ മാപ്പിളപ്പാട്ട് മത്സരം നടക്കുന്നു. രാവിലെ തുടങ്ങിയ പരിപാടി ഇതര മതസ്ഥരുടെയും നാട്ടുകാരുടെയും പരിപൂർണ്ണ സഹകരണത്തിലൂടെയാണ് നടത്തപ്പെട്ടത്. മാപ്പിളപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ച രാജയോടൊപ്പമുണ്ട്. രാജി എന്തു തോന്നുന്നു? എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. എന്നെ ഇതിനു വേണ്ടി പരിശീലിപ്പിച്ച എന്റെ മാതാപിതാക്കളുടെ ഉസ്താദുമാർക്ക് എല്ലാവരെയും സമയം ഞാൻ ഓർക്കുകയാണ്. പരിപാടിയൊക്കെ എങ്ങനെ നടക്കുന്നു? വളരെ ഭംഗിയായി നടക്കുന്നു. ഞാൻ ഈ മദ്രസയിൽ വന്നതിനു ശേഷം ഇത്ര ആവേശത്തോടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതായി എന്റെ ഓർമ്മയിലില്ല. നിങ്ങൾക്ക് പരിപാടിയെ കുറിച്ച് എന്ത് തോന്നുന്നു? വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രേക്ഷകരുടെയും വീക്ഷകരുടെയും ഒക്കെ മനസ്സിൽ വ്യത്യസ്തമായ പരിപാടികൾ നടത്തിക്കൊണ്ട് ഒരു ബോറടിപ്പിക്കാത്ത രൂപത്തിലുള്ള വളരെ കളർഫുള്ളായ രൂപത്തിൽ ലൈറ്റും അതുപോലെ തന്നെ സൗണ്ടും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മീഡിയ വളരെ സജീവമാണ്. ഓരോ കാര്യങ്ങളും കൃത്യമായി പകർത്തിക്കൊണ്ട് കൃത്യമായി വാട്സപ്പുകളിലും വിദേശത്തുള്ള അല്ലെങ്കിൽ ഇവിടെ സ്ഥലത്തില്ലാത്ത ആളുകൾക്ക് ഈ പരിപാടികളൊക്കെ കൃത്യമായി കാണുന്നതിന് വേണ്ടിയുള്ള വലിയൊരു സൗകര്യം മീഡിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ദാഹിക്കുന്ന അല്ലെങ്കിൽ മറ്റ് പാനീയങ്ങൾ വിതരണം ചെയ്യുന്ന സംഘം കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ രൂപത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഉസ്താദുമാരും സന്നദ്ധ പ്രവർത്തകരും കൃത്യമായി തന്നെ ഇവിടെ ഇടപെടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് തിരിച്ചു വരാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ലോകമെങ്ങും കൊണ്ടാടപ്പെടുമ്പോൾ കേരളത്തിലും ആഘോഷ പരിപാടികൾ കേമമായി മുന്നേറുകയാണ്. മാനവ ലോകത്തിന് സമാധാനവും ശാന്തിയും പകർന്നു നൽകിയ തിരുമേനിയുടെ ജന്മദിനമാണ് ഇന്ന് ആഘോഷിക്കുന്നത്. അതിനാൽ മറ്റു വിഭാഗങ്ങൾക്ക് സമാധാന ലംഘനം വരുന്ന തരത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒന്നും തന്നെ ഉണ്ടാവരുതെന്ന് സമസ്ത നേതാക്കൾ വ്യക്തമാക്കി. ആഘോഷങ്ങൾ ആഭാസങ്ങളിലേക്ക് വഴിമാറുന്നതും അനിസ്ലാമികത കടന്നുകൂടുന്നത് ശ്രദ്ധിക്കണമെന്നും അല്ലെങ്കിൽ അത് തിരുനബിയെ നിന്ദിക്കുന്നതാവുമെന്നും സമസ്ത നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. നബിദിന ജാഥകൾ വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സമാകാത്ത രീതിയിൽ ക്രമീകരിക്കണമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ഇനി ഒരിടവേള. പെടനൂറുൽ ഇസ്ലാം മദ്രസയിൽ നബിദിന പരിപാടി തുടരുന്നു. ഇന്നലെ രാവിലെ 7 മണിക്ക് നടന്ന നബിദിന റാലി സദർ ഉസ്താദിന്റെ പ്രാർത്ഥനയോട് കൂടി തുടക്കം കുറിച്ചു. വളരെ അച്ചടക്കത്തിലും ആവേശത്തിലും നീങ്ങിയ റാലി വളരെ ഗംഭീരമാണെന്ന് നാട്ടുകാർ അറിയിച്ചു. കാര്യക്ഷമമായും ആവേശ പരിപാടികൾ നടത്താൻ SKSPയുടെ മക്കൾക്ക് മാത്രമേ സാധിക്കുമെന്ന് മഹല്ല് ഖാദിയും സമസ്ത ജില്ലാ സെക്രട്ടറിയുമായ കൊയ്യോട് ഉമർ മുസ്ലിയാർ അറിയിച്ചു. കണാകുന്ന് വളവിൽ വെച്ച് ഒരു കൂട്ടം മുസ്ലിം ചെറുപ്പക്കാർ റാലിയിലെ വിദ്യാർത്ഥികൾക്ക് പായസ വിതരണം നടത്തിയതിന് സംഘാടക സമിതി അങ്ങേയറ്റം നന്ദിയോടെ പ്രശംസിച്ചു. ഈ ആശീർവാദത്തിനും അനുമോദനത്തിനും ഞങ്ങൾ കടപ്പെട്ടവരാണെന്നും ഇത് നല്ലൊരു മാതൃകയാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഈ വാർത്ത ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.